നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിൽ അഴിമതി ആരോപണം. പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ BJP അംഗങ്ങൾ ഉപരോധിച്ചു. വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ബൈക്ക് ടിപ്പർ ലോറിയിൽ തട്ടിയ അപകടം. യുവാക്കൾക്ക് പരിക്ക്. കൊല്ലം കടയ്ക്കലായിരുന്നു അപകടം. കടയ്ക്കൽ ആറ്റുപുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. മഴ ശക്തം. പുനലൂർ ശാസ്താനട റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കാൽനട യാത്രികർ ഉൾപ്പെടെ ദുരിതത്തിൽ. ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചീരങ്കാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് മരങ്ങൾ ഭീഷണിയാകുന്നത്. ഏതു നിമിഷവും നിലം പതിക്കാറായി വൻമരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ BJP അംഗങ്ങൾ ഉപരോധിച്ചു. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിൽ ഉയർന്നുവന്ന അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് കമ്മിറ്റി ചേരണമെന്ന ആവശ്യം സെക്രട്ടറി തള്ളിയതായും BJP ആരോപിച്ചു. ഞങ്ങൾക്ക് ആവശ്യങ്ങൾ അതിനായിട്ട് ഒരു അഴിമതി നടക്കുന്ന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് സമരത്തിന് വിഷയം അറിയാലോ. വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കേസ് മാറ്റി പരാതി ഒന്ന് കാണിച്ചാൽ ഇവിടുത്തെ അതുകൊണ്ടല്ല പരാതി പോയിട്ടുണ്ട്. പരാതി അതിന്റെ അഴിമതിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണം. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനോപകരണ വിതരണത്തിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ BJP അംഗങ്ങൾ ഉപരോധിച്ചത്. പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടന്നതായും അന്വേഷിക്കണമെന്നും കാട്ടി പഞ്ചായത്ത് അംഗങ്ങളുടെ ഗ്രൂപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോസ്റ്റ് ഇട്ടിരുന്നു. സ്മാർട്ടിൽ നൽകിയ പരാതിയുടെ പകർപ്പും പഞ്ചായത്ത് ഭരിക്കുന്ന CPMലെ തന്നെ അംഗം പോസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പരാതി വിജിലൻസിന് കൈമാറണമെന്നാണ് BJPയുടെ ആവശ്യം. വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കമ്മിറ്റി കൂടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി തള്ളുകയായിരുന്നെന്ന് BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഞാൻ പറയുന്നത് അതിദരിദ്രർക്ക് പഠനോപകരണം മേടിക്കുന്ന കാര്യം പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടില്ല. ആവശ്യമില്ല, മാഡത്തിന് ആവശ്യമില്ല. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടില്ല. സാർ ഇല്ലാത്ത കാരണം അവിടെ എഴുതി ചേർക്കണം. പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല അജണ്ട പറയാൻ പറ്റൂ. അജണ്ട പറയാൻ പറ്റൂ. അങ്ങനെ പറയാൻ പറ്റില്ല. അജണ്ട വരണത് അജണ്ടയിലുള്ള കാര്യം പഞ്ചായത്ത് മിനിറ്റ്സ് എടുത്തോളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉപരോധ സമരം പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരുടെ ഭാഗത്തുപ്പെട്ട അതിദരിദ്രം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ വാർഡിലും ഏറ്റവും സാമ്പത്തികമായി ഒരു രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ കൊല്ലം ആവശ്യമായ പഠനോപകരണം വിതരണം ചെയ്തത് യഥാർത്ഥത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അതിൻ്റെ ചെയർപേഴ്സണാണ് ഇതിൻ്റെ ചാർജ് കസ്റ്റോഡി. ഈ പറയുന്ന അതിദരിദ്ര കസ്റ്റോഡി അദ്ദേഹം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ്. ക്ഷേമകാര്യം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ്. അദ്ദേഹം ഇത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ ഒരു അജണ്ടയിൽ പോലും വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായില്ല. ഇവർക്ക് പഠനോപകരണം കൊടുത്തത് ഇവർ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന അല്ലാതെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ്. അതിദരിദ്രരുടെ പേരിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പഞ്ചായത്തിന്റെ മെമ്പർമാരും ഉദ്യോഗസ്ഥരുമുള്ള ഗ്രൂപ്പിൽ ഇത് നടപ്പാക്കേണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണിത്. അതിനുശേഷവും അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഔദ്യോഗികമായി സ്മാർട്ട് വഴി നമ്മുടെ പെരിനാട് പഞ്ചായത്തിൽ ഇദ്ദേഹം CPMകാരനാണ്, CPM മെമ്പറാണ്, CPMന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൽ അഴിമതി നടന്നിട്ടു എന്ന് സ്മാർട്ട് വഴി ഔദ്യോഗികമായി പരാതി കൊടുത്തതിൻ്റെ രസീതാണ്, പകർപ്പാണ്. അപ്പോൾ ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് ഇവരിപ്പോൾ ഉദ്യോഗസ്ഥർ AS ആണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ഇന്ന് BJPയുടെ ഉപരോധം എന്ന് അറിഞ്ഞുകൊണ്ട് സെക്രട്ടറി വന്നില്ല. പ്രസിഡന്റ് തൊട്ടടുത്ത സ്കൂളിലുണ്ടായിട്ട് ഇതുവരെയും ആ പ്രസിഡന്റ് ഇങ്ങോട്ട് ഈ സമരം മുഖാന്തരം വന്നിട്ടില്ല. പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, ശ്രുതി, രമ്യ, സ്വപ്ന, വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. അഞ്ചാലുമൂട് ASI ശിഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബൈക്ക് ടിപ്പർ ലോറിയിൽ തട്ടിയ അപകടം, യുവാക്കൾക്ക് പരിക്ക്. കൊല്ലം കടയ്ക്കലായിരുന്നു അപകടം. കടയ്ക്കൽ ആറ്റുപുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് ടിപ്പറിൽ തട്ടുകയായിരുന്നു. കടയ്ക്കൽ ആറ്റുപുറം സ്വദേശി സിബിൻ, ചന്തു എന്നിവർക്കാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റത്. പാങ്ങലുകാട് ആമ്പാടിമുക്കിന് സമീപം ടിപ്പർ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് ടിപ്പറിൽ തട്ടി ഇരുവരും റോഡിൽ വീഴുകയായിരുന്നു. 10 മീറ്ററോളം റോഡിലൂടെ സിബിനെ ടിപ്പർ വലിച്ചുകൊണ്ടുപോയി. ഒരു ആട്ടോ തൃക്കണ്ടാരം ക്ഷേത്രത്തിൻ്റെ അതിലെ കൂടെ മേളിലൂടെ റോഡിലൂടെ കയറി വരികയായിരുന്നു. ആ കയറി വന്നപ്പോഴത്തേക്കാണ് ഈ ടിപ്പർ ലോറിയും ബൈക്കും അവിടെ കൂടെ വരികയായിരുന്നു. രണ്ടും ഒരേ ദിശയിലാണ് വന്നത്. അപ്പോൾ ഈ ബൈക്കുകാർ ഓവർടാക്ക് ചെയ്ത് കയറി, അപ്പോൾ ആട്ടോയിൽ കയറിപ്പോയി ആട്ടോ ചെറുതായി തട്ടി. അങ്ങനെയാണ് ഈ ആക്സിഡന്റ് ആയത്. സിബിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയ തുറക്കടവ് ചേലക്കോട്ട് കുളങ്ങര റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചു. 20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എസ് കലൈലി ഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ മഴ പെയ്തതോടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്കു പറ്റുന്നതും നിത്യസംഭവമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന് തുക അനുവദിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് വലിയ തുറക്കടവ് ചേലക്കോട്ട് കുളങ്ങര റോഡ്. ഈ തറയിൽ ജംഗ്ഷൻ ഉൾപ്പെടുന്ന മേഖലയായ തൊടിയൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് മാലിമേ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി തറയിൽ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോയി വലിയതറ കടവ് വരെയുള്ള റോഡ്. ഈ റോഡ് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് കുറേ നാളായി. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് കിട്ടുന്നതിനുള്ള താമസം ചില സാഹചര്യങ്ങൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. എങ്കിൽ പോലും 2025-26 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വക മാറ്റി വച്ചിട്ടുള്ളത്. പ്ലാൻ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനപ്രതിനിധി ഉപയോഗിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾ, അതായത് അംഗനവാടിയോ സ്കൂൾ കെട്ടിടങ്ങളോ ആരോഗ്യ കേന്ദ്രങ്ങളോ ഒക്കെ നിർമ്മിക്കാനാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡിലൂടെ ഓരോരുത്തരും യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ ഇതിന് ഇപ്പോൾ 20 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളത്. 2 ഘട്ടമായിട്ട് തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം ഉൾപ്പെടെ ഇളക്കി പുതിയ നിലയിൽ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. ഇതോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. ഏരൂർ നെട്ടേമാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏരൂർ നെട്ടേമാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നവരെ ചടങ്ങിൽ സ്വീകരിച്ചു. കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങൾക്കും അഭിമാനിക്കാനുള്ള നിമിഷം അതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്, ലോകത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ പ്രസ്ഥാനം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഗാന്ധിജിയുടെ പ്രസക്തി ഇന്ന് രാജ്യത്ത് അസ്തമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജിയെ ചരിത്ര താളുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢശ്രമം ബഹുമാനായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് DCC എക്സിക്യൂട്ടീവ് അംഗവുമായ PV വേണുഗോപാലണ്ണനെ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ രാജ്യത്ത് വലിയ പ്രതിസന്ധികളെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യം അധിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സംസ്ഥാനവും അതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പഞ്ചായത്ത് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രദേശം വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാറില്ല. നെട്ടയം രാമഭദ്രൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, മഹാനെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം അദ്ദേഹം അത്രത്തോളം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വലിയ ജനകീയനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഭയന്ന് അദ്ദേഹത്തെ അകാരണമായി കൊല ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുക. സേവാദൾ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി നെട്ടയം സുജി അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം PB വേണുഗോപാൽ പ്രതിഭകളെ ആദരിച്ചു. പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ CJ ഷോം,
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സത്യരാജ്, ബിജു ഐലറ, ശശിധരൻ, ബോധേന്ദ്ര പ്രസാദ്, മുഹമ്മദ് ഫൈസൽ, വാർഡ് പ്രസിഡന്റ് ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മഴ ശക്തം. പുനലൂർ ശാസ്താനട റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇതോടെ കാൽനട യാത്രികർ ഉൾപ്പെടെ ദുരിതത്തിലായി. മഴ ശക്തിയായതോടെയാണ് പുനലൂർ ശാസ്താൻ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇതോടെ പ്രദേശവാസികളും ദുരിതത്തിലായി. റോഡ് തോടിന് സമാനമായ അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. റോഡിന് മുമ്പൊരു ചപ്പാത്തും ഓടയും ഉണ്ടായിരുന്നു. എന്നാൽ റോഡിന് സമീപത്ത് മതിലുകൾ ഉയർന്നതോടെ അത് മൂടപ്പെട്ടു. റോഡിന്റെ ഇരുവശത്തും കാട് വളർന്നതോടെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി. സുരക്ഷിതമായി റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ പ്രവേശനോത്സവം നടത്തി. വോയേജ് 2025 എന്ന പേരിലായിരുന്നു പരിപാടി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വോയേജ് 2022 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ആരിഫ് മുഹമ്മദ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 2ാം വർഷ വിദ്യാർത്ഥിയും വോളണ്ടിയർ സെക്രട്ടറിയുമായ അൽത്താഫ് അധ്യക്ഷത വഹിച്ചു. NSS വോളണ്ടിയറും സെക്രട്ടറിയുമായ ഐശ്വര്യ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ AR പ്രേംരാജ് ആമുഖ പ്രഭാഷണം നടത്തി. പഠനശാലയാണ്. അപ്പോൾ എയർ കണ്ടീഷണറുകളുടെ വർക്കിംഗ്, അതിൻ്റെ മെയിൻ്റനൻസ് മുതലായ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് VHSCക്ക് ശേഷം തൊഴിൽപരമായിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന കോഴ്സുകൾക്ക് വേണമെങ്കിൽ പോകാം. 6 മാസം അല്ലെങ്കിൽ 1 വർഷമോ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് സെക്ടറുകളിലൊക്കെ പരിചയം നേടി കഴിഞ്ഞാൽ FTSC കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. FTSC പാസ്സായിട്ട് നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഗൾഫിലേക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ട് ജോലി മേടിച്ചു കൊടുത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതാണ് FTSCയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി HDT എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ടെക്നീഷ്യൻ എന്നുള്ളതാണ് ആ കോഴ്സിന്റെ പേര്. അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് വെച്ചാൽ HDT എന്ന തൊഴിൽ വിഷയം പഠിക്കണം. നേരത്തെ FTSCക്കാർ പഠിച്ചതുപോലെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്കാർ പഠിക്കുന്നത് പോലെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ED ഉണ്ട്. ED എന്ന് പറഞ്ഞാൽ എന്റർപ്രണർ ഡെവലപ്മെന്റ്, നേരത്തെ പറഞ്ഞതാണ്. ഇത്രയും വിഷയങ്ങളാണ് HDT എന്ന കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ടത്. മുൻ പ്രിൻസിപ്പൽ R ശോഭനാമണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് R രാജേഷ്, പ്രഥമാധ്യാപിക RK അനിത, അധ്യാപക പ്രതിനിധികളായ PT ശ്രീകുമാർ, S ഷൈമ, ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ മനോജ് കുഞ്ഞപ്പൻ വോയേജ് സെമിനാർ വായിച്ചു. 2ാം വർഷ വിദ്യാർത്ഥി സൂര്യഗായത്രി സ്കൂൾ അനുഭവങ്ങൾ പങ്കുവച്ചു. 2ാം വർഷ വിദ്യാർത്ഥിയായ ജിബിമോൾ നന്ദി പറഞ്ഞു. കരിയർ കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി മനോജ് കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വരവേൽപ്പ് 2025 എന്ന പേരിലായിരുന്നു പരിപാടി. അനുമോദനം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വരവേൽപ്പ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ക്ലാസ് ടോപ്പർമാരായ വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു. പ്രവേശനോത്സവത്തോടൊപ്പം നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഹയർ സെക്കൻഡറി ലാബുകളുടെ ഉദ്ഘാടനവും നടത്തി. ലാബുകളുടെ ശിലാഫലകം നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത
അനാച്ഛാദനം ചെയ്തു. വരവേൽപ്പ് 2025 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകളുടെ പ്രവേശനോത്സവ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. വലിയ അഭിമാനകരമായ നേട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാർ സൂചിപ്പിച്ചു, അധ്യക്ഷ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ ഏകദേശം 2000-ൽ പരം അപേക്ഷകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള 300-ൽ പരം കുട്ടികളാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഏക ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം. വലിയ രീതിയിലുള്ള അക്കാദമിക്കും അതുപോലെ തന്നെ അക്കാദമികേതര വിഷയങ്ങളെക്കുറിച്ചും വളരെ വിശദമായ രീതിയിൽ തന്നെ നമ്മുടെ ജയക് സാർ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്ക് വളരെ വ്യക്തിത്വത്തോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് നമ്മുടെ സ്കൂളിലെ ആ മികവിനെ കുറിച്ച്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ ലിബിൻ രാജ് എം.പി. മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ പി ജയഹരി സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കനകമ്മ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PANS, വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം, വൈസ് പ്രിൻസിപ്പൽ സിന്ധു, SMC ചെയർമാൻ അഡ്വക്കേറ്റ് കാര്യർ നാസർ, PTA വൈസ് പ്രസിഡന്റ് സജികുമാർ, തുല്യതാ കേന്ദ്രം കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് രേഖ പി, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ഷെബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം താങ്ങായി തണലായി മികവാർന്ന രക്ഷകർത്തൃത്വം എന്ന വിഷയത്തിൽ സൗഹൃദ ക്ലബ്ബ് കൺവീനർ സലീന ബീഗം ക്ലാസ് എടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ ഉപജില്ലാ സെമിനാർ നടത്തി. കേരള വനിതാ കമ്മീഷൻ പുനലൂർ നഗരസഭയുമായി ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പുനലൂർ നഗരസഭയുമായി സഹകരിച്ച് സബ് ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചത്. കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നതത്തിന് അവർ ശാക്തീകരിക്കുന്നതിന് പരമ്പര വിഭാവനം ചെയ്യുന്ന നിയമാനുസൃത അവകാശങ്ങൾ നേടിവരുന്നത് അവർക്ക് നേരെ നിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിനെ നിർത്തുന്നതിന് സമുചിതമായിട്ട് അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നതിന് ഒക്കെയുള്ള അധികാരം തമ്മിലാണ് ഒരു ഭരണഘടനാ സ്ഥാപനമായ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു. പക്ഷേ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതു രംഗത്തേക്കോ പൊതു സമൂഹത്തിലേക്കോ ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നു ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ 33% സംവരണം സ്ത്രീകൾക്ക് നേടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് വോട്ടവകാശം പോലും ഇല്ലാതിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് സമൂഹത്തേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വലിയ ഇടപെടൽ സ്വാധീനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പുനലൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിലാണ് സെമിനാർ നടത്തിയത്. നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയാപിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PANS, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനകമ്മ, കൗൺസിലർമാരായ സീന ഷമീർ, ശ്രീജ പ്രസാദ്, റംലത്ത് സഫീർ, അജി ആന്റണി, നിർമ്മല സത്യൻ, ഷെമിയ സസീസ്, നാസില, ഷാജിദ സുധീർ, എൻ സുന്ദരേശൻ, ഡി ദിനേശൻ, ബിപിൻ കുമാർ, നിമ്മി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസും നടത്തി.
അഡ്വക്കേറ്റ് GK ശ്രീജിത്ത് ക്ലാസ് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ സുശീല നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയെ അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചീരങ്കാവ് ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്താണ് നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. ചെറിയൊരു കാറ്റടിച്ചാൽ മരങ്ങളുടെ കൊമ്പുകൾ ഒടിഞ്ഞ് ദേശീയപാതയിൽ വീഴുന്നത് പതിവാണ്. വൻ മരങ്ങളാണ് ഏത് നിമിഷവും നിലം പതിക്കാറായി നിൽക്കുന്നത്. ഒരാഴ്ചക്കിടെ 2 തവണ മരങ്ങൾ കടപുഴകി ദേശീയപാതയിലേക്ക് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന തേക്കുമരം ദേശീയപാതയിലേക്ക് കടപുഴകി വീണു. അതുവഴി കടന്നുപോയ ഇരുചക്ര വാഹന യാത്രികർ തലനാടിനയ്ക്കാണ് രക്ഷപ്പെട്ടത്. മഴയും കാറ്റുമുള്ളപ്പോൾ മരച്ചില്ലകൾ വീണ വൈദ്യുതി മുടങ്ങാറുണ്ട്. തേക്ക്, മാവ്, ഗുൽമോഹർ തുടങ്ങിയ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഉണങ്ങിയും പിഴുതു വീഴാറായും റെയിൽവേ വസ്തുവിൽ നിൽക്കുന്നത്. ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ കടപുഴകിയാൽ റോഡിലാകും പതിക്കുക. ചെറുതും വലുതുമായ തേക്കുമരങ്ങൾ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പല മരങ്ങളും കടപുഴകിയാൽ ദേശീയപാതയുടെ വശങ്ങളിലുള്ള കടകൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കും വിധം ഉയരമുള്ളവയാണ്. മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റിൽ ഭയത്തോടെയാണ് സമീപവാസികൾ കഴിയുന്നത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കടപുഴകാൻ സാധ്യതയുള്ള മരങ്ങളുടെ കണക്ക് പഞ്ചായത്ത് അധികാരികൾ ശേഖരിക്കുകയും വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുപ്രകാരം അപകടകരമായി നിന്നിരുന്ന വാഗമരം മുമ്പ് വെട്ടിമാറ്റിയിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചീരങ്കാവ് മുതൽ എഴുകോൺ വരെ ദേശീയപാതയുടെ ഓരത്ത് റെയിൽവേയുടെ പുറംപോക്കിൽ നിരവധി വൻമരങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നതെന്ന് എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം പറഞ്ഞു. ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി തരണമെന്ന് റെയിൽവേയോട് ആവശ്യമുന്നയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ചീരങ്കാവ് മുതൽ എഴുകോൺ ജംഗ്ഷൻ വരെയുള്ള NHന്റെ റെയിൽവേ അധീനതയുള്ള ഭാഗത്തുള്ള മരങ്ങളാണ്, വലിയ മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. അപകടകരമായ അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇതിൽ ചീരങ്കാവിന് കുറച്ച് ഇങ്ങോട്ട് റെയിൽവേ ടെൻഡർ കൊടുത്ത് റെയിൽവേ തന്നെ മുറിച്ചു മാറ്റി അവിടെ നിങ്ങോട്ട് അപകടകരമായി കുറേയേറെ മരങ്ങൾ ഈ മഴക്കാലത്ത് വ്യാപകമായി മരം പോസ്റ്റുകളിൽ മുകളിൽ വീഴുകയും വൈദ്യുതിക്ക് ഭയങ്കര വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ദിവസങ്ങളോളം മുടങ്ങുന്ന ഒരവസ്ഥ എഴുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. വീഴുന്ന മരങ്ങളെല്ലാം നമ്മൾ തന്നെ പഞ്ചായത്ത് KCB ചേർന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. തുടർന്ന് അപകടകരമായി ഇനിയും നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ റെയിൽവേ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് അവർ ശ്രദ്ധ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും റെയിൽവേ അധികൃതരെ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം കാണാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിൽ അഴിമതി ആരോപണം. പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ BJP അംഗങ്ങൾ ഉപരോധിച്ചു. വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. ബൈക്ക് ടിപ്പർ ലോറിയിൽ തട്ടിയ അപകടം. യുവാക്കൾക്ക് പരിക്ക്. കൊല്ലം കടയ്ക്കലായിരുന്നു അപകടം. കടയ്ക്കൽ ആറ്റുപുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. മഴ ശക്തം. പുനലൂർ ശാസ്താനട റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കാൽനട യാത്രികർ ഉൾപ്പെടെ ദുരിതത്തിൽ. ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചീരങ്കാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് മരങ്ങൾ ഭീഷണിയാകുന്നത്. ഏതു നിമിഷവും നിലം പതിക്കാറായി വൻമരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.